ശരത്തിനോടും അക്ബറിനോടും ആര്യനോടും സംസാരിച്ചതിൻ്റെ പേരിൽ ശൈത്യയോട് പിണങ്ങിയിരിക്കുന്ന അനുമോളെയും ശൈത്യയും ഒരുമിപ്പിക്കാനായി ആദില ശ്രമിക്കുകയാണ്. ആദില ചോദിക്കുന്നു, അനുമോളെ നീ എന്തിനാണ് അവളോട് പിണങ്ങിയിരിക്കുന്നത്? നീ അവളോട് സംസാരിക്കുക. നമ്മൾക്കിടയിലെ പിളർപ്പ് അവർ കണ്ട് രസിക്കും. അവരെല്ലാവരും നോക്കിയിരിക്കുകയാണ് നമ്മൾ പിണങ്ങുന്നത്. അതുകൊണ്ട് നീ അവളോട് സംസാരിക്കുന്നു. അപ്പോൾ അനുമോൾ പറയുകയാണ്, ഇല്ല, കാരണം അവൾ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ് അവരുടെ കൂടെ പോയിരുന്ന് സംസാരിച്ചത്. അവരും അതുപോലെ ഇവളെ കൊണ്ട് പ്രേതത്തിൻ്റെ കഥയൊക്കെ പറയിപ്പിക്കുന്നു. എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല പ്രേതത്തിൻ്റെ കഥകൾ കേൾക്കുന്നത് തന്നെ. ഇവൾ അവരോടൊപ്പം ഞാൻ അവളെ എത്ര പ്രാവശ്യം വിളിച്ചിട്ടും അവൾ വരാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ ശൈത്യ പറയുന്നു, ഞാൻ എങ്ങനെ വരാനാണ്? ഞാൻ അവരോട് കാര്യം പറഞ്ഞിരിക്കുകയും ശരത്തിൻ്റെ മുടി വെട്ടിക്കൊടുക്കുകയാണ്. ഞാൻ വന്നാൽ ആ മുടി ഇവിടെയൊക്കെയാകും. പിന്നെ ഞാൻ തന്നെ ഇവിടെ എല്ലാം വൃത്തിയാക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് വരാതിരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, നിനക്കിപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അവരല്ലേ? അപ്പോൾ ശൈത്യ പറയുന്നു, ഞാൻ ഒരൊറ്റ ഫ്രണ്ട്സിനെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ, അത് നീയാണ്. മറ്റുള്ളവരോടൊക്കെ എനിക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. ഞാൻ എല്ലാവരോടും സംസാരിക്കും. അപ്പോൾ ആദിലയും പറയുന്നു, അവൾ എല്ലാവരോടും സംസാരിക്കുന്ന ടൈപ്പാണ്. അതിന് നീ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട. അവൾ എല്ലാവരോടും സംസാരിച്ചോട്ടെ. പക്ഷെ നീ എന്തിനാണ് അവളോട് പിണങ്ങിയിരിക്കുന്നത് അതിൻ്റെ പേരിൽ? അപ്പോൾ അനുമോൾ പറയുകയാണ്, എനിക്ക് പറ്റില്ല ഇങ്ങനെ അവൾ അവരോട് പോയി സംസാരിക്കുന്നത്. എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് അത്. അതിനുശേഷം പിന്നെ ആദില പറയുന്നു, ഇല്ല, ഇപ്പോൾ നീ അവളോട് സംസാരിക്കണം. കാര്യം നമ്മളുടെ ഇടയിലെ ഈ പിളർപ്പ് അവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കും. നമ്മൾ പിണങ്ങിയിരിക്കുന്നത് അവരെ ഒരുപാട് സന്തോഷിപ്പിക്കും. അതുകൊണ്ട് നീ ഇവളോട് സംസാരിക്കണം എന്ന് ആദില ശൈത്യയും അനുമോളെയും സംസാരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവിടെ.